ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ കാട്ടുതീ എന്ന് തന്നെ പറയാം. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ശരിക്കും 10-11 കോടിക്കടുത്താണ്. 18-19 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു സിനിമ ഇമാതിരി കൊലത്തൂക്ക് തൂക്കണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, അത് ലോക എന്നുള്ളത്. ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത കല്യാണി പ്രിയദർശൻ നായികയെത്തിയ ഈ ഒരു ചിത്രം ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു തരംഗമാവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തകരില്ലെന്ന് വിചാരിച്ച എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇവിടെ ഈ ഒരു സിനിമ ഓൾറെഡി 250 കോടി കടന്നിരിക്കുന്നു ഇന്നത്തെ ദിവസത്തോടെ. വേൾഡ് വൈഡായിട്ട് അമ്മാതിരി കൊലത്തൂക്കാണ്. ഇനി മറ്റൊരു റെക്കോർഡ് കൂടിയാണ് ഈ സിനിമയുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ളത്. വേറൊന്നുമല്ല, ഇൻഡസ്ട്രി ഹിറ്റ് 118 കോടി എന്നുള്ള ആ ഒരു എമൗണ്ട്. ഇതിനോടകം തന്നെ സിനിമ കേരളത്തിൽ 89 കോടിയാണ് 18 ദിനം കൊണ്ട് നേടിയിരിക്കുന്നത്. 19-ാം ദിനത്തിൽ സിനിമ 192 കോടിയിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പായിരിക്കുക 92 കോടിയിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. അതായത് ഇനിയും കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25-30 കോടി റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അത് തൂക്കുമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ ഈ ഒരു ട്രെൻഡിങ്ങിലാണ് സിനിമ പോകുന്നതെങ്കിൽ തീർച്ചയായും അത് തൂക്കിയിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ അപ്രാപ്യമെന്ന് വിചാരിച്ചിരുന്ന ഒരു കളക്ഷൻ റെക്കോർഡാണ് ആ 118 കോടി. ഒരുപക്ഷെ തുടരും ആ സിനിമയുടെ റെക്കോർഡ് തീർക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് തീർക്കുന്ന കണക്കുകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത തരംഗം തന്നെയാണ്. ഒരു തിങ്കളാഴ്ച 2.5 കോടി കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ വേൾഡ് വൈഡായിട്ട് സിനിമ 5 കോടിക്ക് മുകളിലെങ്കിലും എത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ശനി ഞായർ ദിനങ്ങളിൽ സിനിമ ഇമാതിരി കൊലത്തൂക്ക് തൂക്കുമെന്നുള്ളത്. അതെ, കേരളത്തിൽ നിന്ന് ഈ റേഞ്ചിലാകുമ്പോൾ സിനിമ ഏത് റേഞ്ചിലാണ്? അതായത് 222-24 കോടിയിൽ നിന്ന് സിനിമ എത്തിയത് ഒറ്റ കയറ്റത്തിന് 252 കോടിയിലേക്ക് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 25 കോടി, അല്ലെങ്കിൽ ഈ ഒരു 5 ദിവസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തിങ്കൾ തൊട്ട് വെള്ളി വരെ സിനിമയുടേതായി പ്രതീക്ഷിക്കുന്നത് 10 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുമെന്നുള്ളതാണ്. അതായത് 102 കോടിയിലേക്ക് എത്തും. വരുന്ന ശനി ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നു 8 കോടി കൂടി. ആ റേഞ്ചിലാണ് ഇന്ന് സിനിമയുടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഈ വരുന്ന ആഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയും എമ്പുരാൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ തീരുന്നത്. ഇതുവരെയുള്ള എല്ലാ കണക്കുകളും കാറ്റിൽ പറത്തി സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമ ഇതുവരെ കാണാത്തത്? തീർച്ചയായും തിയേറ്ററിലൊന്ന് പോയി കാണാം. ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെയെല്ലാം തീയായിട്ടാണ്. അതായത് എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ലേറ്റ് നൈറ്റ് ഷോസും ഒക്കെ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ശനി ഞായർ ദിനങ്ങളിൽ. അപ്പോൾ കാത്തിരിക്കാം, എന്തായിരിക്കും ഈ സിനിമ എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കുന്നത്? കമൻറ്റ്സ് ചെയ്യാം.